എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ദേ ഇവനെയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ഫുൾ ചോളം, അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം. തുടക്കം കുറിച്ചത് സ്പ്രിംഗ് പൊട്ടറ്റോയിലായിരുന്നു. പുഴുങ്ങിയ ചോളം മസാല ചേർത്തതും പുഴുങ്ങിയ കടലയും കൂടെ വാങ്ങിച്ചു. പക്ഷെ ഒരു കോട്ടൺ കാൻഡി കൂടെ കഴിച്ചാലോ എന്ന് എനിക്ക് തോന്നി. 1-2 ഇല നീക്കിയപ്പോൾ ഒരു ഇലയുടെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് കവർ പോലെ കിട്ടി. അത്യാവശ്യം ഹൊററും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണത്. ഒറ്റയ്ക്ക് പോയ എനിക്കാരാ ഈ ഫോട്ടോ എടുത്തതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഹലോ, ഒരു കുഞ്ഞു ഊട്ടി വ്ലോഗാണ് ഇത്തവണ. ഊട്ടിന്ന് കേട്ടപ്പോൾ തന്നെ മസനഗുഡി വഴിയാണോ പോയത് എന്നാവും നിങ്ങൾ ചിന്തിച്ചത്. എന്നാൽ മസനഗുഡി വഴിയല്ല കേട്ടോ പോയത്. ഞാൻ ഹെയർപിൻ ഇറങ്ങി താഴെ എത്തിയപ്പോഴാണ് മസനഗുഡി വഴി ഊട്ടി കയറി അങ്ങ് വൈറലായി എന്നറിഞ്ഞത്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. നമ്മളങ്ങനെ 37 ഹെയർപിനുള്ള മസനഗുഡി ചുരം കയറാൻ പോവാണ്. അടിപൊളി ക്ലൈമറ്റ് ആണ്. നമ്മളങ്ങനെ 37 ഹെയർപിൻ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. ഞാനാണെ ചുരമിറങ്ങുകയും ചെയ്തു. മസനഗുഡിയാണെ കൈവിട്ടും പോയി. പോയ ബുദ്ധി ആന പിടിച്ചാലും തിരിച്ചു വരില്ലല്ലോ. പക്ഷേ മസനഗുഡിയുമായി എന്റെ യാത്ര ഞാൻ പോലും അറിയാതെ കണക്ട് ആയിരുന്നു കേട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ ഇത്തവണ ഞാൻ പോയ എല്ലാ ലൊക്കേഷൻസും മസനഗുഡി ടു ഊട്ടി അഥവാ ഊട്ടി ടു മസനഗുഡി പോകുന്ന ഊട്ടി മൈസൂർ റോഡിലുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് വരുന്നവർക്കും ഏത് വഴിയിലൂടെ ഇനി ഊട്ടിയിലേക്ക് എത്തിയവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ. നാട്ടിൽ നിന്ന് കോയമ്പത്തൂർ വഴി മേട്ടുപ്പാളയം, മേട്ടുപ്പാളയത്ത് നിന്ന് കൂനൂര്, കൂനൂരിൽ നിന്ന് ടോയ് ട്രെയിനിലാണ് ഊട്ടിയിലെത്തിയത്. ഊട്ടിയിൽ ഇതിനു മുൻപും ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ടോയ് ട്രെയിൻ കയറി ഊട്ടിയിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ടോയ് ട്രെയിനിൽ കയറിയ എല്ലാ എക്സ്പീരിയൻസും ചേർത്തൊരു കുഞ്ഞു വ്ലോഗ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഊട്ടിയിലെ ടോയ് ട്രെയിൻ കയറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും റൂട്ടും കാര്യങ്ങളും ഒക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇനി ഊട്ടിയിൽ എത്തിയ സ്ഥിതിക്ക് ഊട്ടിയിൽ എവിടെയൊക്കെ കറങ്ങി ഇന്ന് കാണാം. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഊട്ടിയിൽ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാനിൽ എവിടെയൊക്കെ പോയി, എന്തൊക്കെ കഴിച്ചു, എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലുടനീളമുള്ളത്. നിങ്ങൾക്കായിട്ട് ഒരുപാട് ഇൻഫർമേഷൻസും ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ഒക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടൂടെ. 12:30 കൂനൂരിൽ നിന്ന് പുറപ്പെടേണ്ട ടോയ് ട്രെയിൻ തുടങ്ങിയത് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഊട്ടിയിലെത്തുമ്പോൾ സമയം 2:30-3 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ റൂമിലേക്കാണ് പോയത്. റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് അതിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. വന്നിറങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 16 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ഇനി തണുപ്പ് കൂടാനേ സാധ്യതയുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് അധികം ചിന്തിക്കാതെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഒരു ഓട്ടോ എടുത്ത് റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തു. ഇങ്ങനെ തലേന്നേ വന്ന് നിങ്ങൾ താമസിക്കുകയാണെങ്കിലും പിറ്റേന്ന് പുലർച്ചെ നിങ്ങൾ ഊട്ടിയിലേക്ക് എത്തുന്ന വിധത്തിലാണ് യാത്ര പ്ലാൻ ചെയ്യുന്നതെങ്കിലും ഇനി പറയാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ. ഊട്ടിയിൽ എത്ര തവണ വന്നാലും ഊട്ടിയിൽ എപ്പോൾ വന്നാലും സ്ഥിരം പോകുന്ന ഒരു സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. മറ്റൊന്ന് ബോട്ട് ഹൗസ്. ഇപ്പൊ അടുത്തിടെ ആ ലിസ്റ്റിലേക്ക് വന്ന വേറൊരാളാണ് കർണാടക ഗാർഡൻ. ഒത്തിരി സ്ഥലങ്ങൾ വേറെയും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പോയില്ലെങ്കിൽ ഊട്ടിയിൽ വന്നതിന്റെ ഒരു ത്രില്ല് കിട്ടില്ല അല്ലെ. ഊട്ടിയുടെ മെയിൻ സിറ്റിയിൽ തന്നെയായിരുന്നു എന്റെ താമസം. അവിടെ നിന്ന് ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. മിനിമം 8-9 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുള്ളൂ. എന്നാൽ പിന്നെ കർണാടക ഗാർഡനിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കാന്ന് വെച്ചപ്പോൾ അവിടേക്കും ഏകദേശം 2.9 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടെ എത്താനും 8-9 മിനിറ്റ് 10 മിനിറ്റോളം സമയം എടുക്കും. പിന്നെയുള്ള ഓപ്ഷൻ ബോട്ട് ഹൗസ് ആണ്. ബോട്ട് ഹൗസിലേക്ക് ഊട്ടിയുടെ മെയിൻ സിറ്റിയിൽ നിന്നും 1.6 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഏകദേശം 4-5 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താം. കമ്പാരിറ്റീവ്ലി മറ്റ് 2 ഗാർഡൻസിനേക്കാളും എനിക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്നത് ബോട്ട് ഹൗസ് ആയതുകൊണ്ട് എന്റെ യാത്ര ഞാൻ ബോട്ട് ഹൗസിൽ നിന്നും ആരംഭിക്കാമെന്ന് തീരുമാനിച്ചു. ഊട്ടിയുടെ മെയിൻ സിറ്റിയിൽ നിന്ന് വുഡ്കോക്ക് റോഡിലൂടെയാണ് ബോട്ട് ഹൗസിലേക്ക് പോയത്. ഏതാണ്ട് ഒരു 1.3 കിലോമീറ്റർ പോയപ്പോൾ നേരെ മുന്നിൽ വലതുവശത്ത് ബോട്ട് ഹൗസിന്റെ ബോർഡ് കണ്ടു. എന്നാൽ ബോർഡ് കണ്ട ഭാഗത്തു നിന്ന് ഷാർപ്പ് ലെഫ്റ്റ് റോഡിലേക്കാണ് നമ്മുടെ യൂബർ ചേട്ടൻ വണ്ടി തിരിച്ചത്. അങ്ങനെ ലെഫ്റ്റ് കയറിയ റോഡിലൂടെ ഏതാണ്ട് ഒരു 290 മീറ്ററോളം പോയപ്പോൾ ദേ കിടക്കണു വലതുവശത്ത് നമ്മുടെ ബോർഡ്. തമിഴ്നാട് ടൂറിസം ഊട്ടി ബോട്ട് ഹൗസ് എന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. യൂബർ ചേട്ടന് ടാറ്റ കൊടുത്ത് വിട്ടതിന് ശേഷം നേരെ ബോട്ട് ഹൗസിലേക്ക് കയറുന്നതിന് പകരം സൈഡിൽ കണ്ടൊരു ചായക്കടയിൽ കയറി ഞാനൊരു ലൈം ടീ പറഞ്ഞു. നല്ല തണുപ്പുണ്ട്. അപ്പം കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടേക്കാണ്. ഇവിടെ ഒരു ചായക്കടയിൽ കയറി ഞാനൊരു ലൈം ടീ പറഞ്ഞിട്ടുണ്ട്. അവരതിൽ കസ്കസും തുളസിയും നാരങ്ങയൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് തന്നേക്കുന്നത്. ഇത് കുടിച്ചിട്ട് നമുക്ക് ബോട്ട് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോവാം. എന്താ ലൈം ടീ മാത്രമല്ല കേട്ടോ, ചായയും ബൂസ്റ്റും ഹോർലിക്സും അത്യാവശ്യം വിശപ്പടക്കാനുള്ള ഐറ്റംസും ഒക്കെ ആ കടയിലുണ്ടായിരുന്നു. ലൈം ടീ അങ്ങനെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ മുന്നിലൂടെ കുതിരപ്പുറത്ത് ഒരാൾ പോയത്. ശരിക്കും അയാൾ സവാരി നടത്തുകയല്ലായിരുന്നു. ബോട്ട് ഹൗസിലേക്ക് വരുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കുതിരയും കൊണ്ട് ആ റോഡിലൂടെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. കുതിര സവാരി മാത്രമല്ല, ചിന്ന ചിന്ന ഹോട്ടലുകളും ചിന്ന ചിന്ന കടകളും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള ഉപജീവന മാർഗ സാധ്യതകൾ ബോട്ട് ഹൗസിനെ ആശ്രയിച്ച് ആ റോഡിലുണ്ടായിരുന്നു. ലൈം ടീ കഴിച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് എൻട്രൻസിന്റെ വലതുവശത്ത് ചോളം
ചോളം പുഴുങ്ങണത് ശ്രദ്ധയിൽപ്പെട്ടത്. വലതുവശത്ത് നിന്ന് ചോളം പുഴുങ്ങണ സ്മെല്ല് നമ്മളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ തൊട്ടിടതുവശത്ത് ഊട്ടി ഫ്ലവറിന്റെ സ്മെല്ലും നമ്മളെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ടൂറിസത്തിന്റെ സാധ്യതകൾ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ഒക്കെ കെട്ടുകളായിട്ടാണ് ഈ പൂക്കൾ അവിടെ വിൽക്കുന്നത്. മാതൃസസ്യത്തിൽ നിന്ന് പറിച്ചു മാറ്റിയാലും ഒരുപാട് കാലം വാടാതെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു പൂവിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എവർലാസ്റ്റിംഗ് ഫ്ലവർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഈ പ്രത്യേകത തന്നെയാണ് ഈ പൂവിന്റെ കച്ചവട സാധ്യതയും. ഊട്ടിയിലേക്ക് ഏത് ദിക്കിൽ നിന്നും എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവ വാങ്ങുവാനും ഫ്രഷ് ആയിട്ട് തന്നെ സ്വന്തം വീട്ടിലേക്കോ നാട്ടിലേക്കോ കൊണ്ടുപോകാനും ഇതുകൊണ്ട് സാധിക്കും. പുറത്തു മാത്രമല്ല, എൻട്രൻസിലൂടെ ഉള്ളിലേക്ക് കടക്കുമ്പോഴും ഇരുവശത്തും ഇത്തരം കടകൾ കൂടുതലായിട്ട് കാണാം. ഊട്ടിയുടെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളും ഊട്ടി ചോക്ലേറ്റ്സും ഒക്കെയാണ് ഇത്തരം കടകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ബോട്ട് ഹൗസിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയ മാത്രം എന്ന് പറയാൻ പറ്റില്ല, ആളുകൾ നടന്നു പോകുന്നതും വരുന്നതും ഒക്കെ ഈ ഒരു ഏരിയയിൽ കൂടെയാണ്. അതിന്റെ ഇടവിട്ട് മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്, വശങ്ങളിൽ കടകളുണ്ട്. പിന്നെ ഇത്രയധികം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമായിട്ട് കൂടി ഇതിന്റെ ചുറ്റുപാടും പരിസരമൊക്കെ വളരെ വൃത്തിയോടുകൂടിയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എൻട്രൻസിലൂടെ കുറച്ചധികം മുന്നോട്ടേക്ക് വരുമ്പോൾ തന്നെ അങ്ങ് ദൂരെ ഒരു ബിൽഡിംഗിൽ ഒരു നീല നിറത്തിലുള്ള ബോർഡിൽ നമുക്ക് ബോട്ട് ഹൗസ് എന്ന് എഴുതിയത് കാണാൻ സാധിക്കും. ബോർഡിന്റെ തൊട്ട് താഴെ ടിക്കറ്റ് കൗണ്ടർ പോലെ തോന്നിക്കുന്ന ഒരു ബിൽഡിംഗും കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഏരിയന്റെ ഏതാണ്ട് മിഡിൽ ഭാഗത്താണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ ഒരു 360 വ്യൂ കാണാൻ പറ്റും. ഒത്തിരി കടകളും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ഏരിയ ആണ്. ഒത്തിരി സ്പേസ് ഇവർ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ബോട്ട് ഹൗസിന്റെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് എത്തുക. ഇതാണ് ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിലുള്ള ബോർഡ്. ഇത് തന്നെയാണ് നമ്മൾ കയറി വരുമ്പോൾ കണ്ടതും. ബോട്ട് ഹൗസ് ഊട്ടി എൻട്രൻസ് ടിക്കറ്റ് കൗണ്ടർ എന്നതിൽ എഴുതിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, ഈ കാണുന്നൊരു 3-4 പേര് മാത്രമേ ഉള്ളൂ. ഞാൻ പോയതൊരു വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തിരക്കില്ലാണ്ടിരുന്നത്. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇവിടെ 15 രൂപയാണ് ടിക്കറ്റ് ചാർജ്. സ്റ്റിൽ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 30 രൂപയും വീഡിയോ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 150 രൂപയും നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ അടയ്ക്കേണ്ടതാണ്. അതിന്റെ തൊട്ട് താഴെ മറ്റൊരു പോസ്റ്റർ കാണാം. ഫൺ റൈഡ് എന്നാണ് അതിന്റെ ടൈറ്റിൽ. ഊട്ടി ലേക്കിന്റെ സൈഡിലൂടെ സൈക്കിൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യാൻ അവരെ കോൺടാക്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റർ എഴുതിയേക്കുന്നത്. ബോട്ട് ഹൗസിലേക്ക് വരുന്ന സകല ടൂറിസ്റ്റുകളും കാണും എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ടിക്കറ്റ് കൗണ്ടറിന്റെ തൊട്ട് താഴെ തന്നെ അവർ ഈ പരസ്യം പതിച്ചിരിക്കുന്നത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പോകേണ്ടത്. ഇതിപ്പോൾ തിരക്കില്ലാത്തത് കൊണ്ടാണ് ഇത്രയും ഫ്രീ ആയിട്ടിരിക്കുന്നത്. തിരക്കുള്ള സമയങ്ങളിൽ ഇവിടെയൊക്കെ ക്യൂ ആയിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. ക്യൂ നിന്ന് നമുക്ക് ടിക്കറ്റ് കൊടുത്ത് അകത്തേക്ക് കയറാനുള്ള ഒരു സെറ്റപ്പാണിത്. 2-3 വരിയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് കൊടുക്കേണ്ടത്. തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ടാവാം അവരും വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവർ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് വാങ്ങിച്ച് വഴി ഓപ്പൺ ആക്കി തന്നു. പിന്നെ നേരെ ഇറങ്ങി വരുന്നത് ഇങ്ങോട്ടേക്കാണ്. ഇവിടെയൊക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. വലതുവശത്ത് ഐ ലവ് യു ഊട്ടി എന്ന് എഴുതിയൊരു ഫോട്ടോ സ്പോട്ട് കാണാം. ബോട്ട് ഹൗസിൽ വന്നിട്ട് എന്ത് ആക്ടിവിറ്റി വേറെ ചെയ്തില്ലെങ്കിലും ഐ ലവ് യു ഊട്ടി എന്ന് എഴുതിയ ബോർഡിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓരോരുത്തരെ കഴിയുമ്പോൾ അടുത്തവർ വന്ന് എടുക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. വീക്കെൻഡ് ഹോളിഡേ ഒക്കെ ആണെങ്കിൽ നല്ല റഷ് ഉണ്ടാവുന്ന സ്ഥലമാണിത്. ഫോട്ടോ പിന്നെ എടുക്കാന്ന് കരുതി ഞാൻ ലേക്കിന്റെ സൈഡിലേക്ക് നീങ്ങി. അപ്പോഴാണ് ഫോട്ടോ സ്പോട്ടിന്റെ തൊട്ട് ഇടതുവശത്തുള്ള ഈ ഒരു ബിൽഡിങ്ങും ഈ ബോർഡും ഞാൻ ശ്രദ്ധിക്കുന്നത്. ബോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട ബോർഡാണിത്. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ബോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഈ ബോർഡ് നോക്കിയാൽ മനസ്സിലാവും. 3 തരം ബോട്ടുകളുണ്ട്. പെഡൽ ബോട്ട് ഉണ്ട്, റോ ബോട്ട് ഉണ്ട്, മോട്ടോർ ബോട്ട് ഉണ്ട്. പിന്നെ ഓരോ ബോട്ടിലും എത്ര പേർ വീതം സഞ്ചരിക്കാമെന്നും അതിന് എത്രയാണ് ചാർജ് ചെയ്യുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോസ് ചെയ്ത് നോക്കാവുന്നതാണ്. കപ്പിളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പെഡൽ ബോട്ട് ആയിരിക്കും നല്ലത്. ഇനി ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ പെഡൽ ബോട്ടും റോബോട്ടും ചൂസ് ചെയ്യാം. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മോട്ടോർ ബോട്ടിംഗ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ആ ബോട്ടുകളുടെ പേരിന്റെ കൂടെ അതിന്റെ ചിത്രം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാ ആളുകൾക്കും പേര് മാത്രം കണ്ട് ബോട്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ലല്ലോ. ഈ ബോർഡ് വെച്ച ഈ ഒരു ചെറിയ ബിൽഡിംഗ് ആണ് നമ്മൾ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കേണ്ട ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ താഴെ ലേക്കിന്റെ സൈഡിലേക്ക് പോവാൻ. ഈ ഭാഗത്ത് കമ്പാരിറ്റീവ്ലി കുറച്ചധികം ആളുകളെ കാണുന്നുണ്ട്. മാത്രമല്ല കുറച്ചധികം ബോർഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ബോട്ട് യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ചില കണ്ടീഷൻസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബോട്ട് യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടിക്കറ്റ് ചാർജും അതിന്റെ പ്രൊസീജിയേഴ്സും, ബോട്ട് യാത്ര നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് ബോട്ട് യാത്ര നടത്തുന്നവരെ ഇത് വായിച്ചതിന് ശേഷം മാത്രം മുന്നോട്ടേക്ക് പോവുക. അടുത്തതൊരു ഡയറക്ഷൻ കൊടുത്തേക്കുന്ന ബോർഡാണ്. ഓരോ ടൈപ്പ് ബോട്ടിലും യാത്ര ചെയ്യണമെങ്കിൽ ഏത് ഭാഗത്തേക്ക് നമ്മൾ പോകണമെന്ന് ഈ ഒരു ബോർഡ് നോക്കിയാൽ മനസ്സിലാവും. നേരത്തെ ബോർഡിലെ ചിത്രം കൊടുക്കാത്തതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഒരു പരാതി ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാം. ഓരോ തരം ബോട്ടിന്റെയും പേരിന്റെ നേരെ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ അവർ നൽകിയിട്ടുണ്ട്. കൈകൊണ്ട് പെഡല് ചലിപ്പിച്ച് സഞ്ചരിക്കുന്ന ബോട്ടാണ് നമ്മുടെ റോ ബോട്ട്. റോ ബോട്ട് അല്ലട്ടോ, റോ ബോട്ട്. കാലുകൊണ്ട് പെഡല് ചവിട്ടി സഞ്ചരിക്കുന്ന ബോട്ടാണ് പെഡൽ ബോട്ട്. ഇനി മോട്ടോർ വെച്ച് പ്രവർത്തിപ്പിച്ച് കൂടുതൽ ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്ന ബോട്ടാണ് മോട്ടോർ ബോട്ട്. ചിത്രങ്ങളോടുകൂടിയ ഇൻഫർമേഷൻ ആ ടിക്കറ്റ് കൗണ്ടറിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരപ്പെടുമായിരുന്നു. ബോർഡ് വായനയ്ക്ക് ശേഷം ബോർഡിന്റെ ഇടതുവശത്തുള്ള പടികളിലൂടെ ഞാൻ താഴേക്ക് ഇറങ്ങി. ലേക്കിന്റെ സൈഡിലേക്കുള്ള വഴിയാണിത്. നേരത്തെ കണ്ടതിലും
അധികം ആളുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ചിലരൊക്കെ ചുമ്മാ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുകയാണ്. ചിലർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നവരുണ്ട്, ഫോട്ടോ എടുത്തു കൊടുക്കുന്നവരുണ്ട്. സൈഡിലൊക്കെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. പല തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ട പലരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബോട്ട് ഹൗസിന്റെ ഉള്ളിലും ഐസ്ക്രീം വിൽക്കുന്ന ഒരാൾ ഇടതുവശത്ത് കാണാം. മാത്രമല്ല ഇടതുവശത്ത് തന്നെ തമിഴ്നാട് ടൂറിസത്തിന്റെ ഒരു ഷോപ്പ് കാണാനുണ്ട്. അതൊരു സാധാരണ ഷോപ്പല്ല, സുവനീറുകൾ മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോഴാണ് ലേക്കിന്റെ ഇത്രയും അടുത്ത് എത്തി എന്നുള്ള കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ ആ 7ാമത്തെ നമ്പർ ഷെൽട്ടറിലേക്ക് കയറി. ഇടതുവശത്ത് ഒത്തിരി ജാക്കറ്റുകൾ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒറ്റ മനുഷ്യരുണ്ടായിരുന്നില്ല കേട്ടോ ആ ഷെൽട്ടറിൽ. മുന്നിൽ ഭയങ്കര ഗ്രീനിഷ് ആയിട്ട് നമ്മുടെ ലേക്ക് അങ്ങനെ കിടക്കായിരുന്നു. കുറച്ച് ബോട്ടുകളൊക്കെ കാണാനുണ്ട്. ഞാൻ വന്നേക്കുന്നത് പെഡൽ ബോട്ടിന്റെ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നിൽ കാണുന്ന ബോട്ടുകളൊക്കെ പെഡൽ ബോട്ടുകളാണ്. പക്ഷെ ക്രൗഡ് ഇല്ലാത്തത് കൊണ്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കിട്ടിയത്. ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് ഓടിപ്പോയി ബോട്ടിൽ കയറി അവര് പറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ചു വരണമല്ലോ എന്ന് വെപ്രാളപ്പെട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിൽ മാത്രം മുഴുകിയിരുന്ന യാത്രകളെക്കാളും ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന യാത്രകൾക്ക് വേറൊരു വൈബാണ്. എന്നാൽ ഒറ്റയ്ക്ക് പോകുന്ന യാത്രകൾക്ക് മറ്റൊരു തലമുണ്ട്. അത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തത് ഈ യാത്രയിലാണ്. പ്രത്യേകിച്ച് ആ ലേക്കിന്റെ തീരത്ത് അങ്ങനെ ഒറ്റയ്ക്ക് നിന്നപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു അത്. ഞാൻ ഈ ബോട്ടൊക്കെ കയറുന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണാൻ പറ്റും. ലേക്കിൽ ഒരുപാട് ബോട്ടുകളുണ്ട്. 6 മണി വരെയാണ് കേട്ടോ ലാസ്റ്റ് സമയം അവർ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കയറുന്നുണ്ട്. പക്ഷെ എണ്ണം കുറവാന്ന് തോന്നുന്നു. കാരണം കരയിലല്ല ഈ വെള്ളത്തിൽ തന്നെ ഒരുപാടെണ്ണം ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. ആളുകൾ കുറവാന്ന് തോന്നുന്നു. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ വർക്കിംഗ് ഡേ ചൂസ് ചെയ്യാനുള്ള കാരണം നമുക്ക് അധികം ക്രൗഡ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബോട്ടിൽ കയറാൻ എനിക്ക് വലിയൊരു മൂഡില്ല. വേറെ ഒന്നും കണ്ടല്ല, ആരും ഇല്ല, ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. നമുക്കിതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വൈബല്ലേ. അടുത്ത തവണ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വരികയാണെങ്കിൽ ഞാനത് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. ലേക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു ഗാർഡൻ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലേക്ക് വ്യൂ ആസ്വദിച്ചതിന് ശേഷം അങ്ങോട്ടേക്കാണ് ഞാൻ നടന്നത്. വളരെ മനോഹരമായിട്ടും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ബോട്ട് ഹൗസിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് വളരെ മനോഹരമായ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ഫ്രെയിംസ് ഈ ഗാർഡനിലുണ്ട്. ഗാർഡന്റെ വലത് സൈഡിൽ ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് സെറ്റപ്പും കുറച്ച് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട്. റൈഡുകളിലൊക്കെ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ചില റൈഡുകളിലൊന്നും ആരെയും കാണാനും കൂടെ ഇല്ല. വർക്കിംഗ് ഡേയുടെ എഫക്റ്റ് ആണ് ഇതൊക്കെ. എന്നാൽ പോലും വളരെ നല്ല രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് അതിന്റെ ചുറ്റുപാട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പാർക്കിന്റെ സൈഡിൽ ലേക്ക് വ്യൂ കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റിയ മറ്റൊരു സ്പോട്ട് ഉണ്ട്. അവിടെയാണ് ഈ ഫോട്ടോ ഫ്രെയിം ഉള്ളത്. ഒറ്റയ്ക്ക് പോയ എനിക്ക് ആരാ ഈ ഫോട്ടോ എടുത്തതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എൻ്റെ കയ്യിലൊരു ട്രൈപോഡ് ഉണ്ട്. ആ ട്രൈപോഡ് വെച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഗാർഡന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് ഇടതുവശത്തേക്ക് നടന്നു. നേരത്തെ ബോർഡിൽ കണ്ട മോട്ടോർ ബോട്ടിംഗ് നടക്കുന്ന ഏരിയയിലേക്കാണ് പോകുന്നത്. ആ ഭാഗത്ത് കുറച്ചധികം കടകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഹൈറ്റിൽ നിന്നിട്ട് ലേക്ക് വ്യൂ ആസ്വദിക്കാനുള്ള ഒരു സ്പോട്ടും ഈ ഭാഗത്തുണ്ട്. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇവിടെ വിങ്സിന്റെ ഒക്കെ കട്ടൗട്ടുകളാണ് വെച്ചേക്കുന്നത്. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്ന ടൂറിസ്റ്റുകളെയും കാണാം. ഈ സ്പോട്ടിന്റെ താഴെ കുറച്ച് കടകളുണ്ട്. മാത്രമല്ല സ്വീറ്റ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ ചെറിയ ചെറിയ ഷോപ്പുകളും കാണാം. 30 രൂപ, 40 രൂപ, 60 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ വിൽക്കുന്നത്. ഈ ഫുഡ് ഐറ്റംസിന്റെ ഷോപ്പുകളുടെ തൊട്ട് മുകളിലായിട്ട് ഹൊറർ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അത്യാവശ്യം ഹൊററും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ആണത്. ഹൊറർ ഹൗസ് മാത്രമല്ല 70-90 സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു ആക്ടിവിറ്റിയും ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ടാർഗറ്റിംഗ് ഗെയിംസ് താല്പര്യമുള്ള ആളാണെങ്കിൽ ആർച്ചറി ഗെയിംസും പെയിൻബോൾ ഗെയിംസും പോലെയുള്ള ആക്ടിവിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ടിക്കറ്റ് എടുക്കണമെന്ന് മാത്രമല്ല നമ്മുടെ ടോയ് ട്രെയിൻ ഇല്ലേ, മേട്ടുപ്പാളയം ഉദകമണ്ഡലം, ആ ടോയ് ട്രെയിൻ പോലെയുള്ള ഒരു മിനി ട്രെയിനും ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് അടച്ച് അതിൽ കയറി കഴിഞ്ഞാൽ ലേക്കിന്റെ സൈഡിലൂടെയുള്ള ഒരു ടോയ് ട്രെയിൻ എക്സ്പീരിയൻസും നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇവിടെ 1-2 ഫുഡ് സ്പോട്ടുകളുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ അല്ലേ? ആദ്യം പോയത് അമ്യൂസ്മെന്റ് പാർക്കിന്റെ പിന്നിലുള്ള ഫുഡ് സ്പോട്ടിലേക്കായിരുന്നു. അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കണ്ണ് ആദ്യം മുടക്കിയത് നമ്മുടെ ചോളത്തിലേക്കാണ്. ഒരു ഫുൾ ചോളം ഓർഡർ ചെയ്തു. പക്ഷെ അത് പ്രിപ്പയർ ആവാൻ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞു 2 പ്ലേറ്റ് പുഴുങ്ങിയ ചോളം മസാല ചേർത്തതും പുഴുങ്ങിയ കടലയും കൂടെ വാങ്ങിച്ചു. അത് വരുന്നവരെ ഇത് കഴിക്കാലോ എന്ന് കരുതി. രണ്ടും വേവിച്ചിട്ട് മസാല ചേർത്തേക്കാണ്. ചോളത്തിൽ സാധാരണയുള്ള ഉപ്പും മുളകും ചെറുനാരങ്ങ നീരും തന്നെയാണ്. പക്ഷെ കടലയിൽ കുറച്ചും കൂടെ മൈൽഡാണ്. പക്ഷെ എനിക്ക് കമ്പാരിറ്റീവ്ലി ചോളം തന്നെയാട്ടോ ഇഷ്ടമായത്. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ പാത്രം ശ്രദ്ധിക്കുന്നത്. ഉണക്കിയ ഇലകൾ കൊണ്ടാണ് അവർ ഈ പാത്രം ഉണ്ടാക്കിയേക്കുന്നത്. അതോ ഇനി പാത്രം ഉണ്ടാക്കിയതിന് ശേഷം അവർ ഉണക്കി എടുത്തതാണോ എന്നും പറയാൻ പറ്റില്ല. കാരണം ആ പാത്രത്തിന്റെ ഷേപ്പ്, അതിന്റെ അറ്റമൊക്കെ അവർ ബെൻഡ് ചെയ്ത് വെച്ചേക്കണതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. ഉണങ്ങിയ ഇലകൾ കൊണ്ട് ബെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പാത്രം ഉണ്ടാക്കിയതിന് ശേഷം ആയിരിക്കണം അത് ഉണക്കിയിട്ടുണ്ടാവുക. ഈർക്കിൽ കൊണ്ടാണ് അവർ ഈ ഇലകൾ ബന്ധിപ്പിച്ചിട്ടുള്ളത്. ആകാംക്ഷ കൊണ്ട് ഞാനത് അഴിച്ചു നോക്കി. 1-2 ഇല നീക്കിയപ്പോൾ ഒരു ഇലയുടെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് കവർ പോലെ കിട്ടി. പക്ഷെ അത് പ്ലാസ്റ്റിക് കവർ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല.
കാരണം ചില കട്ടിയുള്ള പശകളൊക്കെ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ചെടുക്കുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് പോലെ ഒരു മാറിയേക്കുന്നത് കാണാൻ സാധിക്കും. എന്തൊക്കെ പറഞ്ഞാലും തമിഴ്നാട് ടൂറിസം പ്രകൃതിക്കും ചുറ്റുപാടിനും കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് നമുക്കിവിടെയുള്ള ഓരോ കാര്യത്തിലും കാണാൻ സാധിക്കും. അപ്പോഴേക്കും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ള ഫുൾ ചോളം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാത്തിനും ഓൾറെഡി ബില്ല് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് സാധനം കിട്ടുന്നത്. അതുകൊണ്ട് നേരെ പോയിട്ട് ചോളം വാങ്ങിച്ച് കഴിച്ചു. എന്നാലും ടേസ്റ്റ് വൈസ് കൊള്ളായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫുൾ ചോളം, അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കൊള്ളായിരുന്നു കേട്ടോ. ഇത്രയും തണുപ്പുള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് തണുപ്പത്ത് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കണത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിട്ടോ, നല്ല രസമുണ്ട്. നല്ല തണുപ്പത്ത് ഒരു ഐസ്ക്രീം കഴിക്കുക എന്നുള്ളത്. പനി പിടിച്ചാൽ എന്നെ പറയരുത്, എനിക്ക് പനി പിടിച്ചില്ല, എനിക്ക് പക്ഷെ സംഭവം ഇഷ്ടമായി, അതാണ് ഞാൻ നിങ്ങളോട് കൂടെ പറഞ്ഞത്. അതോടുകൂടി അവിടുത്തെ ഞാൻ നിർത്തിട്ടോ. പിന്നെ നേരെ പോയത് നേരത്തെ കണ്ട ഹൊറർ ഹൗസിന്റെ താഴെയുള്ള ഫുഡ് സ്പോട്ടിലേക്കായിരുന്നു. അവിടെ ഒത്തിരി ഇൻസ്റ്റന്റ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. തുടക്കം കുറിച്ചത് സ്പ്രിംഗ് പൊട്ടറ്റോയിലായിരുന്നു. ഒന്നിന് അവിടെ 60 രൂപയാണ് വില. പ്ലെയിൻ ആയിട്ടുള്ളത് മസാല മിക്സ് ചെയ്തതും അവൈലബിൾ ആണ്. ഞാൻ മസാല മിക്സ് ചെയ്തതാണ് വാങ്ങിച്ചത്. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ അതിന്. ചിലപ്പോൾ ഇനി ഐസ്ക്രീം കഴിച്ച പാടെ കഴിച്ചത് കൊണ്ടായിരിക്കാം. എന്തായാലും ഞാനത് മുഴുവൻ കഴിച്ചു തീർത്തിരുന്നു. എത്രണ്ണം ചൂസ് ചെയ്യാം? 3 കളർ. അപ്പോൾ മാംഗോ, ഓറഞ്ച്, ദിസ് വൺ ലൈം മിന്റ്. അവിടുന്ന് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ദേ ഇവനെയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം ഞാൻ ട്രൈ ചെയ്യുന്നത്. 3 ഫ്ലേവറാണ് നമുക്കതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ല, ഒരു ഫ്ലേവർ മതിയെങ്കിൽ അങ്ങനെയും. ആകെ 50 രൂപയുള്ള ഇതിന്റെ പേര് ഗോള ഐസ് അഥവാ ഐസ് ഗോള എന്നാണ്. എന്തിനു പറയുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ വിഷ്വൽ കണ്ടിട്ട് ഒരെണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. സംഭവം വേറൊന്നല്ല, എനിക്ക് നന്നേ പിടിച്ചിരിക്കണു. സത്യം പറഞ്ഞാൽ വയറ് ഏതാണ്ട് നിറഞ്ഞു എന്നുള്ളൊരവസ്ഥയായി. പക്ഷെ ഒരു കോട്ടൺ ക്യാൻഡി കൂടെ കഴിച്ചാലോ എന്ന് എനിക്ക് തോന്നി. അവിടെ 30 രൂപയാണ് കോട്ടൺ ക്യാൻഡിക്ക്. ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ ഞാൻ. അതാണ് അത് കടിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി. വീണ്ടും മധുരമാണ്, ഒരു മത്ത് പിടിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാലും ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാനത് വാങ്ങിച്ചത്. ഓർഡർ ചെയ്തിട്ട് കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഇത് കയ്യിലേക്ക് കിട്ടുന്നതെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ് നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ അടുത്ത് നിന്ന 1-2 പേരും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കൗതുകമുള്ള കാഴ്ചയാണത്. അവരതിങ്ങനെ ആ മെഷീനിലിട്ട് ചുറ്റി അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കാണാൻ. എന്തായാലും കോട്ടൺ ക്യാൻഡിയോട് കൂടി അന്നത്തെ ഫുഡ് അടിക്കൽ പരിപാടി അവസാനിപ്പിച്ചു. അപ്പോഴാണ് ഐ ലവ് ഊട്ടി എന്ന് എഴുതിയെടുത്ത് ഒരു ഫോട്ടോ എടുത്തില്ലല്ലോ എന്നോർത്തത്. വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചീനെ കൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഒപ്പിച്ചു എന്ന് പറയുന്നതാണ് സത്യം. അപ്പോഴാണ് ഞാൻ സമയം ശ്രദ്ധിച്ചത്. അരമണിക്കൂറിനുള്ളിൽ ബോട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ബോട്ട് ഹൗസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ 1 മണിക്കൂറോളം സമയമാണ് ഞാൻ ബോട്ട് ഹൗസിൽ ചെലവഴിച്ചത്. എന്നിട്ട് പോലും അവിടുത്തെ ആക്ടിവിറ്റീസിന്റെയും അനുഭവങ്ങളുടെയും പകുതി പോലും എനിക്ക് കവർ ചെയ്യാനും സാധിച്ചിട്ടില്ല. 6 മണി വരെയാണ് ബോട്ട് ഹൗസിന്റെ ക്ലോസിംഗ് ടൈം. അതുകൊണ്ട് തന്നെ ഒരു മുഴുവൻ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ടിക്കറ്റ് ചാർജിൽ ഇവിടെ ചെലവഴിക്കാവുന്നതേ ഉള്ളൂ. ഹായ്, അപ്പോൾ ബോട്ട് ഹൗസിനെ നമ്മൾ എൻജോയ് ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ബോട്ട് ഹൗസിൻ്റെ ആംബിയൻസ് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. എപ്പോൾ വരുമ്പോഴും ചെയ്യാമെന്ന് വെച്ചാൽ നേരെ ടിക്കറ്റ് എടുക്കും, ബോട്ടിൻ്റെ അടുത്തേക്ക് ഓടും, ബോട്ട് യാത്ര നടത്തും. പക്ഷേ ഇത്തവണ വെറൈറ്റി ആയിരുന്നു. ഇത്തവണ ഒന്നാമത്തെ കാര്യം ഞാൻ ഒറ്റയ്ക്കാണ്, രണ്ടാമത്തെ കാര്യം ഞാൻ ബോട്ടിൽ കയറിയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് ഒരു 18 ഡിഗ്രി സെൽഷ്യസിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഈ ഒരു തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു ലേക്കും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് കാണുമ്പോഴാണ് അത് ശരിക്കും ത്രെഡ് ആണെന്ന് മനസ്സിലാവുന്നത്.